നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തേലിയ. മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ ഉറപ്പായും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് 24-നോട് ഫാത്തിമയുടെ പ്രതികരണം. ഏത് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായാലും അവിടെ പോരാടുമെന്നും ഫാത്തിമ തഹ്ലിയ പറഞ്ഞു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. അപ്പോൾ യൂത്തിന് എന്ത് കിട്ടും എന്ന ചോദ്യത്തിനാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയ നമ്മളോടൊപ്പം. എല്ലാവരും ചോദിക്കുന്നത് അതാണ്, മുസ്ലിം ലീഗിൽ ഇത്തവണ ഒരുപാട് യുവാക്കൾക്ക് അവസരം കിട്ടുമെന്ന് പറയുന്നു. അത് ഏത് തരത്തിലായിരിക്കും എന്നാണ് തഹ്ലിയ വ്യക്തിപരമായി കരുതുന്നത്? അല്ല, അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിനേക്കാൾ കൂടുതൽ പാർട്ടി നേതൃത്വം അത്തരത്തിലൊരു വിശദീകരണം നൽകി കഴിഞ്ഞു. സ്ത്രീകൾക്ക്, യുവജനങ്ങൾക്ക് ഒക്കെ പ്രാതിനിധ്യമുള്ള ഒരു പട്ടിക തന്നെയാവും ഇത്തവണ ഉണ്ടാവുക എന്നുള്ളത് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നവരിൽ മുന്തിയ പരിഗണന കിട്ടുമായിരുന്നു. ഇനിയാണെങ്കിൽ പോലും പാർട്ടിയുടെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ ഉറപ്പായും ഈ നിയമസഭാ രംഗത്തുണ്ടാവും. ഞാൻ എല്ലാ കാലത്തും പാർട്ടി പറയുന്നതനുസരിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്നോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കുറ്റിച്ചിറയിൽ വന്ന് മത്സരിച്ചത്. എനിക്ക് സ്വപ്നതുല്യമായിട്ടുള്ളൊരു വിജയമാണ് കുറ്റിച്ചിറയിലുള്ള ആളുകൾ നൽകിയത്. അപ്പോൾ പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നിലകൊള്ളുക എന്നുള്ളത് ഒരു പ്രവർത്തക എന്നുള്ള രൂപത്തിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ പാർട്ടി ഒരു വളരെ സ്ട്രൈക്കിംഗ് നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മണ്ഡലമാണ് സജസ്റ്റ് ചെയ്യുന്നെങ്കിൽ പോലും അവിടെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റ് കാണിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം താങ്കൾക്കുണ്ടല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരും മോശക്കാരല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എവിടെയാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് അവിടെ മത്സരിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എല്ലാ വ്യക്തികളും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒക്കെ അവരുടെ നേതൃത്വത്തിന് മുന്നിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റുകൾ വേണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതായി വാർത്തകൾ ഉണ്ടായിരുന്നു. യൂത്ത് ലീഗ് അങ്ങനെ ഒരു ആവശ്യം വെച്ചിട്ടുണ്ടോ? ആക്ച്വലി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അത്തരത്തിലുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ട നേതാക്കളെ അറിയിക്കും. ആ രൂപത്തിലുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം എടുത്തത്. അപ്പോൾ അതത് സമയത്ത് ഞങ്ങളുടെ നേതൃത്വത്തിനോട് സംസാരിക്കുകയും ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ യൂത്ത് ലീഗിൽ നിന്നും കൂടുതൽ പ്രാതിനിധ്യം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് നേതാക്കൾ തന്നെ ഉറപ്പ് തന്നതാണ് എന്നുള്ളതാണ് ഫാത്തിമ തഹ്ലിയ വ്യക്തമാക്കുന്നത്. മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.